യുവർ ന്യൂ വീഡിയോ. എല്ലാവർക്കും ഒരു ക്രിസ്മസ് വ്ലോഗിലേക്ക് സ്വാഗതം. വെളുപ്പാങ്കാലത്ത് തന്നെ അടുക്കള കയറി നിൽക്കുകയാണ്. ഞാൻ തണുത്ത് വിറച്ച് മരവിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം രാത്രി തന്നെ അപ്പത്തിനൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉണ്ടാക്കാൻ വേണ്ടി. ക്രിസ്മസ് അല്ലേ, കുഞ്ഞപ്പന് ക്ലാസ് ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഇപ്പോൾ 10 ദിവസം വെക്കേഷനാണല്ലോ, അവധിയില്ലേ, കുറേ നേരം കിടന്ന് ഉറങ്ങുന്നതാണ്. എന്നിട്ട് എണീറ്റ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ. പക്ഷേ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ വെളുപ്പാങ്കാലത്ത് എണീറ്റാണ് കേട്ടോ. അപ്പോൾ നല്ല പൂ പോലത്തെ അപ്പം കിട്ടി കേട്ടോ ഉണ്ടാക്കിയപ്പോൾ. അപ്പം ഇഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എല്ലാ അമ്മമാർക്കും ടെൻഷനായിരിക്കും, നല്ലോണം വരുമോ, നല്ല സോഫ്റ്റ് ആവുമോ, കല്ലുപോലെ ആവുമോ എന്നൊക്കെ ഓർത്ത്. അപ്പോൾ അതിൻ്റെ അപ്പം വിജയിച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ചുട്ട് കാസറോൾ ഞാൻ നിറച്ച് വെച്ച് നോക്കിക്കേ. ഞാൻ കയ്യിലെടുത്ത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഭയങ്കര സോഫ്റ്റ് അപ്പമായി കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ചേട്ടനോട് പറഞ്ഞാണ് മതിയാക്ക് ബീഫ് മേടിച്ച് നേരത്തെ വെക്കുന്നത്, മേടിക്കാടി എന്ന് പറഞ്ഞ് താമസിച്ച് അവസാനം രാത്രി ബീഫിന് പോയിട്ട് ഒരു ബീഫും കിട്ടിയില്ല. കടയൊക്കെ അടച്ചുപോയി, സാധനമൊക്കെ തീർന്നും പോയി. അങ്ങനെ രാവിലെ തന്നെ ഞാൻ പോയി മേടിച്ചോളാടി എന്നും പറഞ്ഞ് കിടന്നുറങ്ങിയ ആളാണ് കേട്ടോ. രാവിലെ ഞാൻ എണീറ്റപ്പോൾ തൊട്ട് ഞാൻ വിളിക്കണാണ്, ബീഫ് മേടിക്കണില്ലേ, ആ എണീക്കാം എന്ന് പറഞ്ഞ അച്ഛനും മോനും നല്ല ഒന്നാമത്തെ കാര്യം തണുപ്പല്ലേ, ആർക്കാണ് ഈ വെളുപ്പാങ്കാലത്ത് എണീക്കാൻ പറ്റണത്, പിന്നെ എന്തെങ്കിലും തിന്നണ്ടേന്ന് ഓർത്ത് മാത്രം ഞാൻ എണീറ്റ് വന്നാണ് കേസ്. അങ്ങനെ ഞാൻ പിന്നെയും പോയി വിളിക്കുകയാണ്, എണീക്ക്, ബീഫ് മേടിച്ചോണ്ട് വാ. തലേ ദിവസം പല വാഗ്ദാനങ്ങളും പറയും, എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ മറന്നു പോകുന്ന ചെറിയൊരു അസുഖം ചേട്ടനുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടനാണ് ഈ സവാള, ഉള്ളി, സാധനങ്ങളും ഒക്കെ എനിക്ക് എപ്പോഴും അരിഞ്ഞും പൊളിച്ചൊക്കെ തരാറുള്ളത്. നമ്മുടെ വ്ളോഗ് കാണുന്നവർക്ക് അറിയാലോ. പക്ഷേ ഈ ചോപ്പർ വാങ്ങിച്ച പിന്നെ എനിക്ക് ചോപ്പർ ഭയങ്കര സുഖമാണ്. അതായത് ഇങ്ങനെ നമ്മൾ കഷ്ണിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിങ്ങനെ ടക്കെ കാണിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നല്ല ചെറുതായിട്ട് നല്ല ഇതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ചോപ്പർ ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ടാഗ് ചെയ്തേക്കാം, നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങിച്ചാൽ മതി കേട്ടോ. നല്ല അടിപൊളി യൂസ്ഫുൾ ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. ഒരു 4-5 സവാള ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഒരുമിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, ഒരു 2 സവാള വീതം ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്താൽ മാത്രം മതി. കണ്ടില്ലേ, അപ്പോഴേക്കും ചേട്ടൻ വാങ്ങിക്കാൻ പോയി കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ് കട. അപ്പോൾ വേഗം നമുക്ക് ബീഫ് വാങ്ങിച്ചിട്ട് വരാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതൊക്കെ വഴറ്റി പൊടിയൊക്കെ ഇട്ട് ഏകദേശം ഇതിൻ്റെ ഗ്രേവിയൊക്കെ ആയപ്പോഴാണ് ചേട്ടൻ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നത്. അത് കഴിഞ്ഞ് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, എല്ലാ പാത്രവും കഴുകി വെച്ചേക്കാന്ന് വിചാരിച്ച് ഞാൻ പാത്രം കഴുകാൻ തുടങ്ങി. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ഫോട്ടോ വെച്ച് പോകാനുള്ള ധൃതിയിലാണ് എല്ലാ പണിയും വേഗം തന്നെ ഒതുക്കിയതും വെളുപ്പാങ്കാലത്ത് എണീറ്റതും കേട്ടോ. അപ്പോൾ എൻ്റെ ആൻറ്റിയുടെ വീട് എവിടെയാണ്, അപ്പോൾ ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിൽ ബൈക്ക് വെക്കും. ആ ബൈക്കും കാറുമായിട്ടൊന്നും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ എന്താണെങ്കിലും ക്രിസ്മസിൻ്റെ ഒക്കെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞാനിത് വോയിസ് ഓവർ കൊടുത്ത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇട്ട് തരുന്നത്. അപ്പോൾ ന്യൂ ഇയറിന് അങ്ങോട്ട് പോകാൻ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, മാക്സിമം പോകാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള സ്ഥലത്തോ എവിടെയെങ്കിലും തന്നെ ന്യൂ ഇയർ ആഘോഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതേ ചേട്ടൻ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കാണ് കേട്ടോ. അതൊക്കെ ചേട്ടൻ തന്നെ ചെയ്തോളൂ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രായ ആൾക്കാർ, കുഞ്ഞു കുട്ടികൾ ആരെയും കൊണ്ട് അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് ഭേദം. കാര്യം എന്താണെന്ന് ഈ വ്ളോഗിൻ്റെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാകും. തിരക്കെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ദൈവം, എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനത്തെ തിരക്ക് കണ്ടിട്ടില്ല. ഞാൻ എല്ലാ വർഷവും പോകുമെങ്കിലും ഞാൻ ഇത്രയും തിരക്കിലേക്ക് പോകാറില്ല. ആൻറ്റിയുടെ വീട്ടിൽ തന്നെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ഞങ്ങളിങ്ങനെ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ തന്നെ വൈബടിച്ച് അങ്ങനെ ഇരിക്കും. ഈ തിരക്കിലേക്ക് പോകാറില്ലായിരുന്നു. പക്ഷേ ഈ ക്രിസ്മസിന് ഞാൻ ശരിക്കും തിരക്കിലോട്ട് ഇറങ്ങിച്ചെന്നു. അപ്പോഴാണ് എനിക്ക് എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. അപ്പോൾ കുഞ്ഞപ്പൻ എണീറ്റ് വന്നു, കുഞ്ഞപ്പനെ പല്ല് തേപ്പിച്ച് മുഖമൊക്കെ കഴിയിപ്പിച്ച് അവൻ അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ബീഫ് കറി റെഡിയായി. എൻ്റെ പൊന്നി, ഞാൻ വെച്ചത് കൊണ്ട് പറയണമല്ല, ചേട്ടനും കുഞ്ഞപ്പനും അതെ എവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ചാലും ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ കഴിച്ചാലും ഞാൻ വെക്കുന്ന കറിയാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. സത്യം പറയാം, എനിക്കും അതെ. എനിക്ക് നമ്മൾ കടയിൽ പോയൊക്കെ കറി കഴിച്ചാലും എവിടെന്നെങ്കിലുമൊക്കെ കറിയൊക്കെ കഴിച്ചാലും എനിക്കും ഞാൻ വെക്കുന്ന കറിയുടെ അത്രയും ടേസ്റ്റ് എനിക്ക് വേറെ തോന്നിയിട്ടില്ല ഗൈസ്. സ്വയം പൊക്കുന്നതല്ല, ദൈവസത്യം, ഉള്ള കാര്യം ഞാൻ ഉള്ള പോലെ. ചിലപ്പോൾ എന്നെക്കാളും നല്ലോണം വെക്കുന്നവരുടെ കറി ഞാൻ ഇതുവരെ കൂട്ടിയിട്ടുണ്ടാവില്ല, അതായിരിക്കും കേട്ടോ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള പാത്രമൊക്കെ ചേട്ടൻ കഴുകി, അതൊക്കെ ചേട്ടന്റെ ഡ്യൂട്ടിയാണ്. അതെല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുഞ്ഞപ്പാ, എല്ലാവർക്കും സ്വാഗതം പറഞ്ഞേ. സ്വാഗതം. നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോണത്? എറണാകുളത്തല്ല, എറണാകുളത്ത് തന്നെ, ഫോട്ടോ വെച്ചി ഗൈസ്. അപ്പൊ പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമ്മൾ ഇന്ന് പാർട്ട് 2 എടുക്കാൻ പോകുന്ന പോക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ആന്റിയുടെ വീടും അവിടെ തന്നെയാണ്. അപ്പൊ ഭയങ്കര തിരക്കായിരിക്കും. ഇന്ന് ക്രിസ്മസ് ആണ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ക്രിസ്മസ് ഇപ്പൊ നമ്മൾ വൈകുന്നേരം 3:30-4 മണിയായി വീട്ടിൽ നിന്ന് ഞങ്ങള് നടന്നു പോവാണെന്ന് പോണ അല്ലേ. അതെ, അച്ഛ വരും. ഞങ്ങള് നടക്കുവാണ് കേട്ടോ. അപ്പൊ ചേട്ടൻ പുറകെ വരും. അപ്പൊ എന്താ ഞാൻ പറയാൻ വന്നത്, അതിന്റെ ഇടയിൽ അവന്റെ അല്ല എന്താണ് ഞാൻ പറയാൻ വന്നത്. അപ്പൊ 5 മണി 6 മണിക്കൊക്കെ കുറച്ചുകൂടി താമസിച്ച് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. അപ്പൊ നമ്മളൊരു 3:30 ആയപ്പോ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ബൈക്കൊന്നും വെക്കാൻ സ്ഥലം ഉണ്ടാവൂല, ഞാൻ ആന്റിയുടെ വീട്ടിൽ കൊണ്ട് വെക്കാന്ന് പറഞ്ഞാ പോകുന്നത് കേട്ടാ. അപ്പൊ എന്റെ പൊന്നെ, ഇന്നത്തെ ആ ട്രീ തെളിയുന്നത് കാണാൻ വേണ്ടി എന്തോരം ആൾക്കാർ അവിടെ വരുമല്ലേ. അടിപൊളിയാണ് ട്രീ തെളിയുന്നത് കാണാൻ. ചേട്ടനെ കാണുന്നില്ലല്ലോ. അച്ഛേ എന്തേ? അച്ഛ ഇത് സുന്ദരനായിട്ടുണ്ടല്ലോ. അച്ഛ ഇത് ക്യൂട്ടായിട്ടുണ്ട്. കേറിക്കോ. അവിടെ കുറെ പെൺപിള്ളേര് വരുമല്ലോ.
കറിക്കോ. ഉച്ചയ്ക്ക് രാവിലത്തെ അപ്പവും കറിയും തന്നെയാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത്. നല്ല സോഫ്റ്റ് അപ്പം അല്ലായിരുന്നു. അപ്പോൾ ചോറൊക്കെ വെച്ചാൽ വെറുതെ ബാക്കി വരും. രാത്രി നമ്മൾ ഫോട്ടോ വെച്ച് വന്ന് അവിടെ നിന്ന് അതും ഇതുമൊക്കെ തിന്നും പിടിച്ചും തിരിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നേരെ കയറി കിടന്ന് ഉറങ്ങും. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണമെന്നൊന്നും ഉണ്ടാവില്ല. പിന്നെ ഉച്ചയ്ക്ക് വെച്ച ചോറ് ബാക്കിയാവും. അതുകൊണ്ട് പിന്നെ ഞാൻ ചോറ് വെച്ചില്ല കേട്ടോ. ആ അപ്പവും ബീഫ് കറിയും തന്നെയാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിലെത്തി. ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ഒരു ഇച്ചിരി നടക്കാനുള്ള ദൂരം മാത്രമേ നമ്മുടെ ഈ ഫോട്ടോ വെച്ച് വെളി ഗ്രൗണ്ടിലുള്ളൂ. ഇതാണ് വെളി ഗ്രൗണ്ടിൻ്റെ എൻട്രൻസ്. അങ്ങനെ ആൻറ്റിയുടെ വീട്ടിൽ ചെന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. കറക്റ്റ് 7 മണിക്കാണ് നമ്മുടെ ട്രീ തെളിക്കുമെന്ന് പറഞ്ഞിരുന്നത് കേട്ടോ. അതുകൊണ്ട് 7 മണിക്ക് 10 മിനിറ്റുള്ളപ്പോൾ വേഗം ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ധൃതി പിടിച്ച് ഓടി ചാടിയൊക്കെയാണ് ഞങ്ങൾ ഗ്രൗണ്ടിലെത്തിയത്. എന്ത് കാര്യത്തിന് പയ്യെ വന്നാൽ മതിയായിരുന്നു, പയ്യെ 1 മണിക്കൂർ താമസിച്ച് വന്നാൽ മതിയായിരുന്നു. കാര്യം ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞ് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇപ്പം ഈ തിരക്കെന്നല്ല, ഒരു അരമണിക്കൂർ കൂടി കഴിയുമ്പോൾ ഇതിൻ്റെ ഇരട്ടി തിരക്കായി കേട്ടോ. മിനിഞ്ഞാന്ന്, അതായത് ക്രിസ്മസിൻ്റെ മിനിഞ്ഞാന്ന് പോയ വ്ളോഗ് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നോ? ആ ട്രീയുടെ ഏറ്റവും മുകളിലൊരു സ്റ്റാർ കണ്ടില്ലേ? ആ സ്റ്റാർ തെളിക്കുന്നത് കാണാൻ വേണ്ടി പോയത് ഞാൻ പറഞ്ഞില്ലേ? അപ്പം ഇതിൻ്റെ പകുതിയുടെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ, വളരെ കുറച്ച്. പക്ഷെ ക്രിസ്മസിൻ്റെ അന്ന് അങ്ങനെയല്ല ഗൈസ്, സൂചി കുത്താൻ ഇടയില്ലായിരുന്നു, സൂചി കുത്താൻ. 7 മണി തൊട്ട് വെയിറ്റ് ചെയ്യാനാണ്. 7 മണി തൊട്ട് വെയിറ്റ് ചെയ്ത് 7:41, അതായത് 7:45, ഏകദേശം 7:45 ഈ ലൈറ്റ് ഒന്ന് തെളിച്ചത്. ശരിക്കും അങ്ങനെ ചെയ്തത് ഭയങ്കര മോശമായിപ്പോയെന്നാണ് എനിക്ക് പറയാനുള്ളത് ഗൈസ്. 7 മണിക്ക് ലൈറ്റ് തെളിക്കുമെന്ന് പറഞ്ഞിട്ട് ജനങ്ങളൊക്കെ എത്ര മണിക്ക് വന്ന് നിൽക്കുന്നതാണ് കേട്ടോ. പോട്ടെ, അത് ഞാൻ പിന്നെ പറയാവേ. എന്തൊരു ഭംഗിയുണ്ട് കാണാൻ, എൻ്റെ പൊന്നെ, ഒന്നും പറയാനില്ല. എല്ലാവരുടെയും ഫോൺ പൊക്കി പിടിച്ചിരിക്കുന്നുണ്ട് എല്ലാവരും. 10,000-25,000 50,000 പേരെങ്കിലും ഉണ്ടാവും. അത്രയധികം ജനങ്ങളാണ് ഈ ഒരു ട്രീ. ശരിക്കും കാണേണ്ട ഒരു ഭംഗി തന്നെയാണിത്. നമ്മൾ പോയി പോകും, ഫോട്ടോ വെച്ചിലോട്ട് പോകണ്ടെന്ന് വിചാരിച്ചാലും നമ്മൾ പോയി പോണത് ഈ ഒരു ഭംഗി കാരണം. അത്രയും ഭംഗിയാണ് കേട്ടോ ആ ഒരു ട്രീ കാണാൻ. അപ്പോൾ യെല്ലോ കളർ ലൈറ്റാണ് ഇപ്രാവശ്യം തെളിച്ചത്. കുറേ നാൾ മുമ്പ് യെല്ലോ ലൈറ്റ് തെളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഭയങ്കര കൺഫ്യൂഷനും ടെൻഷനും ഒക്കെ ആയിരുന്നു ഇപ്രാവശ്യം എന്ത് കളറായിരിക്കും. എല്ലാവരും ബെറ്റ് വരെ വെച്ചിട്ടുണ്ട് കുറേ പേര്. ഇപ്രാവശ്യം ഇന്ന കളറായിരിക്കും, പർപ്പിൾ കളറായിരിക്കും എന്ന് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. ഞാനും പർപ്പിളായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ ചേട്ടൻ യെല്ലോ കളറാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ലൈറ്റ് തെളിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു അരമണിക്കൂർ എടുത്തിട്ടാണ് ആ ഗ്രൗണ്ടിൽ കൂടി നടന്ന് ആ ട്രീയുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും മക്കളൊക്കെ ഉണ്ട്. ഒരുപാട് പേരെന്ന് വെച്ചാൽ ഒരുപാട്. എനിക്ക് ഫോട്ടോ വെച്ചിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. ഇത് ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ, ടെഡ്ഡിനെ കണ്ടുപിടിക്കാൻ പെട്ട പാട്. ഞാൻ ഇവിടെയുണ്ട്, ഞാൻ ട്രീയുടെ അടുത്തുണ്ട് ഇവ ഫോൺ ചെയ്ത് കാണാൻ പറ്റണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് എത്ര കുട്ടികളെ കാണാതെ പോയി. നോക്കിക്കേ തിരക്ക്. ഇതാണ് എനിക്ക് കാണിച്ചു തരാനുള്ളത്. ട്രീ തെളിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ഗ്രൗണ്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് റോഡിലോട്ട് ഇറങ്ങി. എല്ലാവർക്കും വേറെ സ്ഥലത്തോട്ടും വീട്ടിലോട്ടും ഓരോ സ്ഥലത്തും പോകാനുള്ള തിരക്കേ. എൻ്റെ ദൈവമേ, എന്തോരം പ്രായ ആൾക്കാരാണ് തലകറക്കം വന്ന് വീണതും. ഒരുപാട് പേര് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുഞ്ഞുമക്കൾ, ഈ തല ഉറയ്ക്കാത്ത, ജനിച്ചിട്ട് 3-4 മാസമായ പൊടി കുഞ്ഞുങ്ങളെ കൊണ്ടുവരെ അവിടെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞപ്പം കുറേ നേരം കൊച്ചു സഹിച്ച് നിന്ന് കേട്ടോ. പിന്നെ അവന് ശ്വാസം മുട്ടായി, തലവേദനയായി, കരഞ്ഞ് കുഞ്ഞപ്പൻ ഒരു പോയി. എനിക്ക് ആദ്യമൊക്കെ ഈ ക്രൗഡൊക്കെ കണ്ടപ്പോൾ എൻ്റെ പൊന്നെ എന്നുള്ളൊരു വൈബൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി കേട്ടോ. കാരണം നടക്കാൻ പറ്റണില്ല മുന്നോട്ട്. പ്രായവരൊക്കെ തലകറങ്ങി വീഴണ്, ആൾക്കാർക്ക് ഛർദ്ദിക്കാൻ വരുന്നു, ശ്വാസം മുട്ടുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ന്യൂ ഇയറിന് ഇതിൻ്റെ ഇരട്ടി ആൾക്കാരുണ്ടാവും എന്നാണ് തോന്നണത്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മാക്സിമം ഈ കൊച്ചിക്കാരുടെ അവസ്ഥയാണ് ശരിക്കും സങ്കടം. നമ്മൾ ഈ ദൂരെയുള്ളവരൊക്കെ അവിടെ ചെന്ന് ഇത്രയും തിരക്ക് അവിടെ ഉണ്ടാവും. കൊച്ചിക്കാർക്ക് പുറത്തോട്ട് പോകാനും പറ്റത്തില്ല. ഒരു ഹോസ്പിറ്റൽ കേസും മൊത്തം കൊച്ചി ബ്ലോക്കായി പോയ അവസ്ഥയായിരുന്നു. മൊത്തം ബ്ലോക്കായിപ്പോയി. ഇപ്പം ഞങ്ങളുടെ ബൈക്കൊന്നും ഞങ്ങൾ അവിടെ വെച്ചില്ല കേട്ടോ. ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിൽ കൊണ്ടാണ് ബൈക്ക് വെച്ചത്. ഇപ്പം ബൈക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബൈക്ക് കൊണ്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്താൽ കുറേ നേരം കഴിഞ്ഞ് നമ്മൾ വന്ന് നോക്കുമ്പോൾ ഒരു 1000-2000 ബൈക്ക് ഉണ്ടാവും നമ്മുടെ ബൈക്കിന് ചുറ്റും. നമുക്ക് ബൈക്ക് എടുക്കാൻ പറ്റൂല, പുറകിലേക്ക് എടുക്കാൻ പറ്റൂല. കാറൊന്നും കൊണ്ടുപോകണത് ചിന്തിക്കേ വേണ്ട. കാറൊന്നും അങ്ങോട്ട് കൊണ്ടുപോയാൽ തിരിച്ച് വീട്ടിലോട്ട് പോകാനേ പറ്റത്തില്ല. എവിടെ ഇടാനും സ്ഥലമില്ല. ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും കൊണ്ടുപോയി കുറേ പേര് വെക്കും. തിരക്കുണ്ട്. അതെ, അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ബസ് ഉണ്ട്. ആ ബസ് എത്ര മണിക്കൂർ അവിടെ നിന്നെന്നറിയാവാ. ബസ്സിന് അനങ്ങാൻ പറ്റണ്ടേ. ആ റോഡിൻ്റെ തൊട്ടപ്പുറത്ത് സെമിത്തേരിയാണ്. ആൾക്കാർ മരിച്ചിട്ട് കൊണ്ട് അടക്കുന്ന സ്ഥലമില്ലേ, സെമിത്തേരി.
സെമിത്തേരി. കുറേ മണിക്കൂർ ആൾക്കാർ വെയിറ്റ് ചെയ്ത് ആൾക്കാർക്ക് നടക്കാൻ പറ്റാഞ്ഞിട്ട് സെമിത്തേരി ചാടിക്കിടന്ന്. എല്ലാവരും സെമിത്തേരിയുടെ മതിൽ ചാടിക്കിടന്ന്, അപ്പുറത്ത് വേറൊരു മതിലുണ്ട് കേട്ടോ, ആ മതിൽ ചാടിക്കിടന്ന് കുറേ പേര്, ഇവിടെ അടുത്ത് വീടുള്ളവരൊക്കെ ആയിരിക്കും അങ്ങനെ പോയേക്കണത്. ഞങ്ങളാണെങ്കിൽ കുഞ്ഞപ്പൻ കരഞ്ഞ് സീനായപ്പോൾ എനിക്ക് മനസ്സിലായി ആ ക്രൗഡിൻ്റെ ഇടയിൽ കൂടി കണ്ടാവൻ കരയണ കണ്ട. അവനാണെങ്കിൽ വീർത്ത് കുളിച്ച്, കൊച്ചാണെങ്കിൽ വാമേ നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കണം, വീട്ടിൽ പോകാൻ, അതിന് നടക്കാൻ പറ്റണ്ടേ വീട്ടിൽ പോകാൻ. പക്ഷെ എൻ്റെ പൊന്നു ദൈവമേ, പെട്ടുപോയെന്ന് പറഞ്ഞാൽ പെട്ടുപോയി. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ക്രൗഡിൻ്റെ ഇടയിൽ ഇടി, അങ്ങോട്ട് തല്ലല് ഇങ്ങോട്ട് തല്ലല്. ഒരു പ്രായമുള്ള ജനത പെമ്പിള്ളേരൊക്കെ സ്കൂട്ടറിൻ്റെ മുകളിൽ കൂടിയൊക്കെ ചാടി കയറിയൊക്കെ പോവാണ്. അവിടെയൊന്നും വഴിയില്ല, നടക്കാൻ വഴിയില്ല. കണ്ട കുറേ പേര് സെമിത്തേരി ചാടിക്കിടന്നു. അപ്പം എന്തുവാ, ഒരു പ്രായമുള്ള ചേട്ടനാണെങ്കിൽ ഒരു പയ്യൻ്റെ മുഖത്തിട്ടടിക്കുന്നു, അവൻ തിരിച്ച് ആ പ്രായമുള്ള ചേട്ടൻ്റെ മുഖത്തിട്ടടിക്കുന്നു. അവർ തമ്മിൽ ഇത്രയും നടക്കാൻ പോലും സ്ഥലമില്ലാത്തതിൻ്റെ ഇടയിൽ കിടന്ന് എന്തിടിയായിരുന്നു. പിന്നെ ആൾക്കാരെ ഇടപെട്ട് പിടിച്ച് മാറ്റാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു ബൈക്ക് മറിഞ്ഞ് എൻ്റെ കയ്യിലോട്ട് വീണു. നമ്മൾ മര്യാദക്ക് അവനാണെങ്കിൽ കുഞ്ഞപ്പൻ കുറേ നേരം കരഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പിള്ളേർ കുഞ്ഞപ്പനെ എടുത്ത് ആ മതിലുണ്ടല്ലോ, ആ സെമിത്തേരിയുടെ മതിലിൻ്റെ മുകളിൽ എടുത്ത് നിർത്തി കേട്ടോ പിള്ളേര്. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി മതിലിൻ്റെ മുകളിൽ നിർത്തിയപ്പോൾ. ഞാൻ പറയടാ മോനെ, താഴത്തേക്ക് ഇറക്കിയേക്കടാ. അവൻ കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ ഇടി. കണ്ട, അതിൻ്റെ ഇടയിൽ ഒരു ഇടി നടന്നിട്ട് പിന്നെ അവിടെ നിന്നവർ തന്നെ പിടിച്ചു മാറ്റി. അത് കഴിഞ്ഞ് എന്തോ ഒരു ഇടി സംഭവിച്ച്. അത് കഴിഞ്ഞ് കുറച്ച് ക്രൗഡൊക്കെ കുറഞ്ഞെന്നും പറയാൻ പറ്റൂല. ഞങ്ങൾ ഒരു വിധത്തിൽ നടന്ന് ചെന്ന് ഒരു കടയിൽ നിന്ന് 2 കുപ്പി മിനറൽ വാട്ടർ മേടിച്ച് കുറേ വെള്ളം കുടിച്ചപ്പോഴാണ് ആശ്വാസമായത്. അത് കഴിഞ്ഞ് നടന്നത് അമരാവതി പാർക്കാണിത്. വെളി ഗ്രൗണ്ടിൻ്റെ കുറച്ച് അപ്പുറത്ത് മാറിയാണ് ഈ പാർക്ക്. ഈ പാർക്കിൻ്റെ തൊട്ട് പുറകിലാണ് എൻ്റെ ആൻറ്റിയുടെ വീട്. അപ്പം കുഞ്ഞപ്പനാണെങ്കിൽ ആൻറ്റിയുടെ വീട്ടിൽ നമ്മൾ ചെന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് പാർക്കിൽ പോകണമെന്നും പറഞ്ഞ് കരച്ചിലും ബഹളവും. അപ്പോൾ വാടാ, ട്രീ ലൈറ്റ് തെളിക്കുന്ന കണ്ടിട്ടൊക്കെ നമുക്ക് വരാടാ പൊന്നെ, പ്ലീസ് എടാന്ന് പറഞ്ഞ് കാല് പിടിച്ചിട്ടാണ് കുഞ്ഞപ്പന അത്രയും നേരം നമ്മൾ ഗ്രൗണ്ടിൽ നിർത്തിയത്. പിന്നെ പാർക്കിൽ കൊണ്ടുപോയി കുറേ നേരം അവൻ അവിടെ പാർക്കിലൊക്കെ കളിച്ച് പിന്നെ നമ്മൾ ആൻറ്റിയുടെ വീട്ടിൽ പോയി. നമ്മൾ രാത്രിയിലത്തെ ഫുഡൊക്കെ ആൻറ്റിയുടെ വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതായത് പുറത്തുനിന്നൊക്കെ ഒരു കപ്പലണ്ടി പോലും നമുക്ക് മേടിച്ച് കഴിക്കാൻ പറ്റില്ല. കുഞ്ഞപ്പനൊരു കളിപ്പാട്ടം പോലും ഈ തിരക്കിനിടയിൽ മേടിച്ച് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അത്രയും തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് ആൻറ്റിയുടെ വീട്ടിൽ പോയി കുറേ നേരം അവിടെ ഇരുന്ന്. ആൻറ്റിയൊന്നും പുറത്തോട്ട് പോലും ഇറങ്ങിയിട്ടില്ല. ആൻറ്റിയുടെ വീട്ടിൽ അങ്കിളും ആൻറ്റിയുടെ മോനൊന്നും പുറത്ത്, കാരണം കൊച്ചിക്കാർക്ക് അറിയാം ഇവിടുത്തെ ബഹളവും പ്രശ്നവും തിരക്കും ഒക്കെ, അതുകൊണ്ട് അവർ പുറത്തോട്ട് ഇറങ്ങിയില്ല. എല്ലാം കഴിഞ്ഞ് കറക്റ്റ് 12:15 ആയപ്പോഴാണ് നമ്മൾ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇത്രയും ക്രൗഡ് കണ്ട ആ റോഡാണ്. ഇപ്പം നമ്മൾ തിരക്കി വന്ന റോഡാണ് ഈ കാണുന്നത്, അമരാവതി ആ റോഡ്, ആ വെളി ഗ്രൗണ്ടിൽ നിന്ന് അമരാവതിയിലേക്കുള്ള റോഡ്. ശരിക്കും ആളൊക്കെ മാറി, തിരക്കൊക്കെ എന്നാലും ആൾക്കാരുണ്ട്. 12:15 ആരും വീട്ടിലൊന്നും പോയിട്ടില്ല, ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ആ ക്രൗഡും തിരക്കൊക്കെ മാറി കുറച്ച് ഇതായി. അത് കഴിഞ്ഞ് വെളി ഗ്രൗണ്ടിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ക്രൗഡൊന്നും പോയിട്ടില്ല, നല്ല ആളുണ്ട്, നല്ല ജനമുണ്ട്. എൻ്റെ പൊന്നെ, അങ്ങനെ നോക്കിക്ക് വണ്ടിക്കൊന്നും പോകാൻ പറ്റുന്നില്ല, എന്ത് ബ്ലോക്കായിരുന്നു. അത് കഴിഞ്ഞ് പയ്യെ ഇനിയും വീട്ടിൽ പോയില്ലെങ്കിൽ പിന്നെ 1:30-2 മണി ആയില്ലേ. അതുകൊണ്ട് ഞങ്ങൾ 12:15 തന്നെ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ആ തിരക്കിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഞങ്ങൾ ഒരു വിധത്തിൽ കടന്ന്. അപ്പോൾ വെളി ഗ്രൗണ്ടിൽ നോക്കിയപ്പോൾ ട്രീ ഓഫ് ആക്കിയിട്ടേക്കുന്ന ലൈറ്റ് കേട്ടോ. 12 മണി ആയപ്പോൾ തന്നെ ലൈറ്റ് ഓഫ് ആക്കിയെന്ന് തോന്നുന്നു. അങ്ങനെ എൻ്റെ പൊന്നെ, കുമ്പളങ്ങി കണ്ണമാലി റോട്ടിലൊക്കെ എത്തിയപ്പോൾ രാത്രി ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല റോട്ടിൽ. അവിടെ സ്റ്റാർ തൂക്കിയിട്ടേക്കണം, നോക്കിക്കേ എന്തോരം സ്റ്റാറാണെന്നറിയാമോ. ആ അറ്റം മുതൽ ഈ അറ്റം വരെ റോഡിൻ്റെ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും സ്റ്റാർ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണുന്നത്. തീരുന്നില്ല, എന്തോരം സ്റ്റാറാ. നമ്മുടെ വീട്ടിൽ നമ്മൾ വാങ്ങിച്ചിട്ടേക്കണം അതേ സെയിം സ്റ്റാറാണ്, അത്യാവശ്യം വിലയുള്ള സ്റ്റാറാണ്. ഇത്രയും സ്റ്റാറിന് എല്ലാത്തിനും കൂടി എത്ര രൂപയായി കാണുമെന്ന് ഞാൻ ആലോചിക്കണം കേട്ടോ. അപ്പോൾ ഇവർ ഹോൾസെയിലായിട്ട് എല്ലാം കൂടി ഒരുമിച്ച് പോയി എടുത്ത് തൂക്കിയിട്ടേക്കുന്നതായിരിക്കും, അപ്പോൾ വില കുറച്ച് കിട്ടുമല്ലോ. ഞാനിങ്ങനെ ബൈക്കിലിരുന്ന് ഈ സ്റ്റാർ കണ്ടിട്ട് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നത്, കാരണം തീരുന്നില്ല, അത്രയും സ്റ്റാറാണ് ആ റോട്ടിൽ തൂക്കിയിട്ടിരിക്കുന്നത്. അങ്ങനെ വീട്ടിൽ ചെന്നു, നമ്മുടെ വീട്ടിൽ എത്തി. നമ്മുടെ സ്റ്റാറിൻ്റെ ലൈറ്റാണ് എൻ്റെ മുഖത്തിട്ട് അടിക്കുന്നത്. കുഞ്ഞപ്പൻ ബൈക്കിലിരുന്ന് തന്നെ ഉറങ്ങിപ്പോയി. നേരെ അകത്തോട്ട് കയറി റൂം തുറന്ന് അവൻ തന്നെ ഓടിച്ചെന്ന് കിടന്ന് ഉറങ്ങി കേട്ടാ. എൻ്റെ പൊന്നുമക്കളെ, അപ്പം ന്യൂ ഇയറിന് അങ്ങോട്ട് പോകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഞാൻ കാർണിവലിൻ്റെ വീഡിയോ എടുക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഇരിപ്പുണ്ട്. എല്ലാ വർഷവും കാർണിവൽ ഞാൻ ചെറുപ്പം മൂലം കാണുന്നതാണ്. ഞാൻ പറഞ്ഞ ആൻറ്റിയുടെ വീട് അവിടെ ആയതുകൊണ്ട് അവിടെ പോയി നിന്ന് കാർണിവലൊക്കെ കണ്ടിട്ടേ ഞാൻ തിരിച്ച് വരാറുള്ളൂ. കഴിഞ്ഞ തവണ ന്യൂ ഇയറിൻ്റെ കാർണിവലിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടത് ഒരുപാട് പേര് കണ്ടിട്ട് ഇപ്പോഴും കുറേ കുഞ്ഞുമക്കൾ പറയുന്നുണ്ട് തിരിച്ചും മറിച്ചും ആ വീഡിയോ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പറ്റുമെങ്കിൽ ഞാൻ അവിടെ പോയി കാർണിവലിൻ്റെ വീഡിയോ എടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.